കുറച്ച് ദിവസം നമ്മൾ കണ്ടിട്ട് ഒരു പ്രധാനപ്പെട്ട കാര്യമായതുകൊണ്ടാണ് ഓണത്തിരക്കിൻ്റെ ഇടയിലും വിളിച്ചത്. നമ്മളൊക്കെ ശ്രദ്ധയിൽ വന്നു കാണും, ഇന്നലെയും ഇന്നൊക്കെ ആയിട്ട് മാധ്യമങ്ങളിൽ വാർത്തയുണ്ട്. നമ്മുടെ സിറ്റിയിൽ അനധികൃത നിർമ്മാണം പലതവണയും കോർപ്പറേഷൻ മുന്നറിയിപ്പ് നൽകിയിരുന്നു. അതോടൊപ്പം തന്നെ ഞങ്ങൾ ആദ്യഘട്ടം നടപടികളും സ്വീകരിച്ചിരുന്നു പല സ്ഥലങ്ങളിലും. ആദ്യഘട്ടം ഏതെങ്കിലും നിർമ്മാണ പ്രവർത്തനങ്ങൾ നിയമവിരുദ്ധമാണെന്ന് കണ്ടാൽ സ്റ്റോപ്പ് മെമ്മോ കൊടുക്കുകയാണ് പരിശോധിച്ച ശേഷം ആദ്യം ചെയ്യുന്നത്. അത് കൊടുത്തതിന് ശേഷം അവർക്ക് റെക്ടിഫൈ ചെയ്യാനുള്ള സമയം കൊടുക്കാറുണ്ട്. ലീഗലി കറക്റ്റ് ചെയ്തതിന് ശേഷം പ്രൊസീഡ് ചെയ്യണം എന്നുള്ളതായിരുന്നു ഭരണസമിതി പൊതുവെ എടുത്തിട്ടുള്ള നിലപാട്. മറ്റ് നടപടികളിലേക്ക് ഞങ്ങൾ പോവുകയോ നിർമ്മാണ പ്രവർത്തനം നടത്തുന്നവരെ അവർക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന തരത്തിൽ പരമാവധി അങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ ഉദ്യോഗസ്ഥരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകാതിരിക്കാനും ശ്രദ്ധിച്ചിരുന്നു. ഈ 6 മാസം 7 മാസം ഭരണസമിതി പിന്നിടുമ്പോഴേക്കും ലഭിക്കുന്ന വിവരങ്ങൾ പലരും ഒരു മാഫിയ പോലെ നിയമവിരുദ്ധ നിർമ്മാണ പ്രവർത്തനങ്ങൾ കാര്യമായിട്ട് ചെയ്യുന്നുവെന്നും ഇതിനെ സഹായിക്കുന്ന ഒരു ടീം തന്നെ സിറ്റിയിലുണ്ടെന്നുമാണ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്നലെ മുതൽ നേരിട്ട് തന്നെ കർശനമായ നടപടികൾ സ്വീകരിച്ചു തുടങ്ങി. സാധാരണ സെക്കൻഡ് സാറ്റർഡേയുടെ തലേദിവസമുള്ള വെള്ളിയാഴ്ച രാത്രിയും മുതൽ കൺസ്ട്രക്ഷൻ ആരംഭിച്ച്, അതായത് കോടതിയിൽ നിന്ന് ഉത്തരവൊന്നും ആർക്കും വാങ്ങാൻ പറ്റാത്ത സമയം കേന്ദ്രീകരിച്ചാണ് ചെയ്യുന്നത്. ഇനിയിപ്പോൾ അടുത്ത ദിവസങ്ങളിൽ ഓണാവധി തുടങ്ങുകയാണ്. ഈ ഓണാവധിയുടെ 4-5 ദിവസമാണ് പട്ടണത്തിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ, അനധികൃത നിർമ്മാണം കാര്യമായിട്ട് നടക്കുന്നതെന്നാണ് മുൻകാല അനുഭവങ്ങളിൽ നിന്ന് വ്യക്തമായിട്ടുള്ളത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്നലെ മുതൽ നേരിട്ട് തന്നെ ആവശ്യമായ ഘട്ടത്തിൽ മരാമത്ത് ചെയർപേഴ്സൺ ഉൾപ്പെടെ കോർപ്പറേഷൻ സെക്രട്ടറി, എഞ്ചിനീയറിംഗ് വിങ്ങിലെ മുതിർന്ന ഉദ്യോഗസ്ഥർ അവരുൾപ്പെടെ ഫീൽഡിൽ പോയി നിർമ്മാണ പ്രവർത്തനങ്ങൾ തടയാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. ഓണ അവധി ദിവസങ്ങളിൽ സ്പെഷ്യൽ സ്ക്വാഡ് ഉണ്ടാവും. അതോടൊപ്പം തന്നെ ഇക്കാര്യങ്ങളിൽ കേസുകൾ കോടതിയിൽ വരുന്ന ഘട്ടത്തിൽ സീനിയർ അഭിഭാഷകരെയൊക്കെ എൻഗേജ് ചെയ്യിക്കേണ്ട ഘട്ടം ആവശ്യമാണെങ്കിൽ അങ്ങനെ പ്രത്യേക തീരുമാനമെടുക്കും. അപ്പോൾ അനധികൃത നിർമ്മാണം പൂർണ്ണമായിട്ടും തടയുവാനുള്ള എല്ലാ തീരുമാനവും ഭരണസമിതി എടുത്തിട്ടുണ്ട്. ഞങ്ങൾക്ക് പൊതുസമൂഹത്തോട് പറയുവാനുള്ളത് ഒരു കാരണവശാലും 1 സെൻറ്റിമീറ്റർ പോലും അനധികൃത നിർമ്മാണം തിരുവനന്തപുരം സിറ്റിയിൽ അനുവദിക്കുന്ന പ്രശ്നമേ ഉദിക്കുന്നില്ല. അതിന് എത്ര പിടിപാടുള്ള ആളായാലും ശക്തമായ നടപടികൾ നേരിടും. ഇന്നലെ മുട്ടട ഭാഗത്ത് ഒരു അനധികൃത നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ഒരു ഇടപെടലുണ്ടായി. സ്റ്റോപ്പ് മെമ്മോ കൊടുത്തിട്ടും അതിന് യാതൊരു വിലയും കൽപ്പിക്കാതെ നിർമ്മാണ പ്രവർത്തനം പൂർത്തിയാക്കിയിട്ട് ഉദ്ഘാടനത്തിലേക്ക് കടക്കുകയാണ് ഇന്നലെ. അപ്പോൾ സ്റ്റോപ്പ് മെമ്മോ കൊടുത്തതിന് ശേഷം അവിടുത്തെ അത് ശ്രദ്ധിക്കാത്ത ഉദ്യോഗസ്ഥരുടെ ഭാഗത്ത് എന്താണ് സംഭവിച്ചത് ഞങ്ങൾ പരിശോധിക്കും. അത് ഇന്നലെ തന്നെ പറഞ്ഞിട്ടുണ്ട്, പരിശോധിക്കും. അപ്പോൾ അത്രത്തോളം ഘട്ടങ്ങളിലേക്ക് പോകുമ്പോഴേക്കും ഭരണസമിതിക്ക് ശക്തമായിട്ടുള്ള നിലപാടുകൾ സ്വീകരിക്കേണ്ടി വരും. കഴിഞ്ഞ ദിവസം അനധികൃത നിർമ്മാണം നടക്കുന്നുവെന്നറിഞ്ഞിട്ട് അതിലിടപെടേണ്ട സ്പെഷ്യൽ സ്ക്വാഡിലുള്ള ഉദ്യോഗസ്ഥ അവരുടെ ഉത്തരവാദിത്വം നിർവഹിച്ചില്ല എന്നുള്ള കാരണത്താൽ നടപടി സ്വീകരിച്ചിരുന്നു. അപ്പോൾ അങ്ങനെ വീഴ്ച വരുത്തുന്ന ഉദ്യോഗസ്ഥർക്കെതിരെയുള്ള നടപടികളും തുടരും. അനധികൃത നിർമ്മാണം നടത്തിയിട്ടുള്ളവരോട് പറയുകയാണ്, നിങ്ങൾ തന്നെ പൊളിച്ചു മാറ്റണം, അല്ലെങ്കിൽ കോർപ്പറേഷൻ ഭരണസമിതി ഇടപെടുകയും അത് പൊളിച്ചു മാറ്റുകയും ചെയ്യും. അതിൻ്റെ ചെലവ് കൂടി ഈ നിർമ്മാണം നടത്തിയവരിൽ നിന്ന് ഈടാക്കും. ഇതിനുവേണ്ടി സ്പെഷ്യൽ സമിതികൾ കോർപ്പറേഷൻ ഭരണസമിതി രൂപീകരിക്കും. കാര്യങ്ങളാണ് പ്രധാനമായിട്ടും ഇത് ഒന്ന് അറിയിക്കാൻ വേണ്ടിയാണ് വിളിച്ചത്. പുളിമൂട് ഗാന്ധാരിയമ്മൻ കോവിൽ ഭാഗത്ത് 3 എണ്ണം. ഒരു കെട്ടിടം സ്റ്റോപ്പ് മെമ്മോ കൊടുത്തിട്ടും അതിൻ്റെ പുറത്തെ മതിൽ ചുവര് നിലനിർത്തിയിട്ട് അകത്ത് കെട്ടുകയായിരുന്നു. സ്റ്റോപ്പ് മെമ്മോ കൊടുത്തിട്ടും തൊട്ടടുത്തൊന്ന് പെർമിഷൻ ഇല്ലാതെ ആൾട്ടർ ചെയ്യുകയായിരുന്നു. മറ്റൊന്ന് ഗാന്ധാരിയമ്മൻ കോവിൽ മാധ്യമം പത്രത്തിൻ്റെ ഓഫീസിൻ്റെ റോഡിൻ്റെ ഭാഗത്ത് ഒരു TC നമ്പർ, അതിൻ്റെ ഡോക്യുമെൻറ്റ്സ് പരിശോധിക്കാൻ പറ്റിയിട്ടില്ല, ലഭ്യമായ വിവരം വെച്ചാണ് മറുപടി പറയുന്നത്. ഒരു TC നമ്പർ വെച്ചിട്ട് 2 നിലയ്ക്കാണ് പെർമിഷൻ, 4 നിലയാണ് കിട്ടിയിരിക്കുന്നത്. അത് വളരെ നേരത്തെ ഉള്ള ഈ ഭരണസമിതി വരുമ്പോഴുള്ള കലാപരിപാടിയാണ്. ഇന്നലെയാണ് ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടത്. അതിൻ്റെ അടുത്ത ഘട്ടം കാര്യങ്ങളൊക്കെ സ്റ്റോപ്പ് ചെയ്യും. പക്ഷേ അവിടെ ഓപ്പൺ ചെയ്ത് കയറാൻ സാധിച്ചില്ല. സ്ത്രീ ജീവനക്കാർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഡോക്യുമെൻറ്റ്സ് പരിശോധിക്കാൻ സാധിച്ചില്ല. അതിന് നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. ലഭ്യമായ അത് പിന്നീട് ഉച്ചയ്ക്ക് ശേഷം ഒരു ലേഡി ഇവിടെ വന്നിട്ട് പറഞ്ഞത്, അതിൻ്റെ ഉടമസ്ഥൻ ഈ വന്ന സ്ത്രീയുടെ കയ്യിൽ നിന്ന് 12 ലക്ഷം രൂപ വാങ്ങിയിട്ട് ഹോസ്റ്റൽ നടത്താൻ വേണ്ടി അവരോട് പറഞ്ഞു, നടത്തിക്കൊള്ളാൻ പറഞ്ഞു.
ഹോസ്റ്റൽ നടത്താൻ വേണ്ടി അവർ ചെന്നപ്പോഴേക്കും താക്കോൽ കൊടുത്തില്ല. അപ്പോഴാണ് വേറൊരാൾ ഒന്ന് പറഞ്ഞു വന്ന് അവരുടെ കയ്യിൽ നിന്ന് ഹോസ്റ്റൽ നടത്താൻ വേണ്ടി 15 ലക്ഷം രൂപ വാങ്ങിച്ചിട്ടുണ്ട്. അങ്ങനെയുള്ള എന്തൊക്കെ ഒരു കെട്ടിടത്തിന് കാണിച്ചിട്ട് അൺഓതറൈസ്ഡ് കൺസ്ട്രക്ഷൻ നടത്തിയിട്ടുണ്ട്. നിരവധി പേരുടെ നിന്ന് പണം വാങ്ങിയതായിട്ടുള്ള പരാതികൾ വരുന്നുണ്ട്. അത് പിന്നെ പോലീസാണ് പരിശോധിക്കേണ്ടത്. അതായത് ഞങ്ങൾ നിർമ്മാണത്തിലുള്ള അപാകതകളെക്കുറിച്ചാണ് ഞങ്ങൾ പരിശോധിക്കുന്നത്. പിന്നെ മുട്ടട ഭാഗത്തൊരെണ്ണം, കുറവംകുണം ഭാഗത്തൊരെണ്ണം, ഇത് 2 ഹോട്ടലുകളാണ്. അപ്പോൾ ഒരു മണിക്കൂർ ഒരു കെട്ടിടവുമായിട്ട് ബന്ധപ്പെട്ട് ഇറങ്ങിയപ്പോൾ തന്നെ 5 സ്ഥലത്തെ വിവരങ്ങളാണ് ലഭ്യമായത്. ഇനിയും നിരവധി വന്നുകൊണ്ടിരിക്കുകയാണ്. അതൊക്കെ തന്നെ ഞങ്ങൾ പരിശോധിക്കും. കർശനമായ നടപടി, ഒരു വീഴ്ചയും വിട്ടുവീഴ്ചയായ നടപടികൾ സ്വീകരിക്കും. എല്ലാ ടൈപ്പ് ആൾക്കാരെയും കോൾ ഇന്നലെ വന്നിട്ടുണ്ട്. ഏറെക്കുറെ എല്ലാ വിഭാഗത്തിൽ നിന്നുള്ള കോള് വന്നിട്ടുണ്ട്. ഉണ്ട്. രാവിലെ വിളിച്ചിട്ടില്ല. ഇടനിലക്കാർ മേയറെ വിളിച്ചിട്ടില്ല. അവർ ചിലപ്പോൾ ഉദ്യോഗസ്ഥരെങ്ങനെ വിളിച്ചതാണ്. പക്ഷെ ആരെ വിളിച്ചിട്ടും കാര്യമില്ല. അതൊക്കെ പാറപ്പുറത്ത് വെള്ളം ഒഴിക്കുമ്പോഴേ ഇന്നലെ ബോധ്യപ്പെട്ടാണ് ആരെ വിളിച്ചിട്ടും കാര്യമില്ലെന്ന്. അതുകൊണ്ടാണല്ലോ ഒരു നടപടി സ്വീകരിച്ചെന്ന് പറഞ്ഞത്. പ്രവർത്തിക്കാത്ത ചില ഉദ്യോഗസ്ഥർ, സ്ക്വാഡ് ടോട്ടലി അല്ല, സ്ക്വാഡ് പ്രവർത്തിക്കുന്നുണ്ടാണല്ലോ പൗൾട്രി ഫാം വേസ്റ്റ് കൊണ്ടുപോയ വാഹനം പിടിക്കുകയും അങ്ങനെയൊക്കെ ചെയ്തത്. ചില ജീവനക്കാരുടെ ഭാഗത്ത് ചില വീഴ്ചകൾ വന്നിട്ടുണ്ട്, നടപടി സ്വീകരിച്ചിട്ടുണ്ട്. തട്ടുകടകളുടെ പരിശോധനയിൽ കുറേ കാര്യങ്ങൾ ചെയ്ത് മുമ്പോട്ട് പോവുകയാണ്. പിന്നെ അതിലൊരു കുറച്ചുകൂടെ ഹോംവർക്ക് ചെയ്യാനുണ്ട്. അതായത് വെൻഡിങ് സോൺ, നോൺ വെൻഡിങ് സോൺ, സെമി വെൻഡിങ് സോൺ, ഈ ക്രൈറ്റീരിയ പാലിച്ച് അനൗൺസ് ചെയ്യണം. കൗൺസിൽ അത് പാസ്സാക്കി അത് നോട്ടിഫൈ ചെയ്യണം. അതിൻ്റേതായ ഒരു ഹോംവർക്ക് നടക്കുകയാണ്. അതുകൂടെ കഴിഞ്ഞിട്ട് മാത്രമേ അക്കാര്യങ്ങൾ പൂർണ്ണമായിട്ട് ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷേ അതിന് മുൻപ് തന്നെ തട്ടുകടകൾ നടത്തി ജീവിക്കുന്നവരുണ്ടല്ലോ, അവർക്കൊരു ഓൾട്ടർനേറ്റീവ് സിസ്റ്റം കോർപ്പറേഷൻ ഭരണസമിതി അംഗീകരിച്ച, കൗൺസിൽ അംഗീകരിച്ച ഒരു സിസ്റ്റത്തിലൂടെ കച്ചവടം നടത്താനുള്ള സംവിധാനം അവർക്ക് ചെയ്തു കൊടുക്കണമല്ലോ, അവർക്ക് ജീവിക്കണമല്ലോ. അപ്പോൾ ഈ 2 കാര്യങ്ങളും ഒരു ഓൾട്ടർനേറ്റീവ് കണ്ടുപിടിച്ചു കൊടുക്കുകയും ഒപ്പം തന്നെ വെൻഡിങ് സോൺ തീരുമാനിക്കുകയും ചെയ്തതിന് ശേഷം മാത്രം യാത്രക്കാർക്കൊക്കെ തടസ്സമായിട്ട് നിൽക്കുന്ന, നഗര ഗതാഗതത്തിന് തടസ്സമായിട്ട് നിൽക്കുന്ന തട്ടുകടകൾ മാറ്റും. തീർച്ചയായും പറ്റിയിട്ടുണ്ട്. ഞാൻ പലതവണ പറഞ്ഞിട്ടുണ്ടല്ലോ, നല്ല വലിയ വലിയ ഹോട്ടലുകൾ നടത്തുന്നവർ ഹോട്ടലുകളിൽ പകൽ കച്ചവടം നടത്തിയിട്ട് വൈകുന്നേരം ചിലപ്പോൾ അവിടെ അറിയാമല്ലോ, അവിടെ വൈകുന്നേരം വരെ ചിലവാകാത്ത, വിൽക്കാൻ പറ്റാത്ത ഭക്ഷണം ഇവിടെ കൊണ്ടുവന്ന് ചൂടാക്കും, കൊടുക്കുന്നുണ്ട്. തട്ടുകടകൾ അല്ലെങ്കിൽ തെരുവോര കച്ചവടം കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ അനുവദിക്കുന്നത് ഒരു കുടുംബത്തിന് ജീവിക്കുവാൻ വേണ്ടി, വേറെ അവർക്ക് മറ്റൊരു സ്ഥാപനവും നടത്താൻ പറ്റാത്തവർക്ക് ജീവിക്കാൻ വേണ്ടി ഒരു തെരുവോര കച്ചവടമാകുക എന്നുള്ളതാണ് മാനദണ്ഡം. ആ മാനദണ്ഡം ഞങ്ങൾ പരിശോധിക്കും. അത് ഭരണപരമായിട്ട് കൃത്യമായിട്ട് 2ഓ 3ഓ ഘട്ടങ്ങളിൽ സ്ക്രൂട്ടനൈസ് ചെയ്തിട്ടേ ലൈസൻസ് കൊടുക്കുകയുള്ളൂ. അങ്ങനെയുള്ളവരെ അനുവദിക്കും. അവർക്ക് നിയമപരമായിട്ട് കൃത്യമായിട്ടുള്ള ഹൈജീനിക് സിറ്റുവേഷനിൽ ചെയ്യാനുള്ള സഹായം തന്നെ ചെയ്യും. അതിന് പോലീസുമായിട്ട് ബന്ധപ്പെടേണ്ട സ്ഥലങ്ങളിൽ പോലീസുമായിട്ട് ബന്ധപ്പെടും. മറ്റുള്ളവരെ ഒരു കാരണവശാലും തെരുവോര കച്ചവടത്തിൻ്റെ കാറ്റഗറിയിൽ കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നില്ല. വന്നിട്ടുണ്ട്. പോലീസും കോർപ്പറേഷൻ ഭരണസമിതിയുമായിട്ട് ആവശ്യമുള്ള കാര്യങ്ങൾ കൃത്യമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ്റെ കാര്യങ്ങൾ പരസ്പരം ചർച്ച ചെയ്ത് ഇടപെടേണ്ട ഘട്ടങ്ങളിൽ ഇടപെട്ട് തന്നെയാണ് പോകുന്നത്. ഓണാഘോഷത്തിൻ്റെ ഓണപരിപാടികൾ ഇപ്പോൾ തന്നെ മീറ്റിങ്ങുകളുടെ ഇടയിൽ തന്നെയാണ് വന്നത്. കേരളത്തിൻ്റെ ദേശീയോത്സവമില്ലേ, ജീവനക്കാർ ഇത്രയും സോണൽ ഓഫീസും പിന്നെ മുഖ്യമന്ത്രിയുടെ നിയമസഭാ മന്ദിരത്തിലും ഉണ്ടായിരുന്നു. അതിനു മുമ്പ് രാവിലെ മീറ്റിങ്ങുകളുണ്ടായിരുന്നു. കോർപ്പറേഷൻ്റെ അവിടെ പോയി ഊണ് കഴിച്ചു. ഊണ് കഴിച്ച് ഗവർണർ ഉണ്ടായിരുന്നു, എല്ലാവരും ഉണ്ടായിരുന്നു. പിന്നെ ഇവിടെ രാവിലെ മുതൽ ഞങ്ങൾക്ക് 11 സോണൽ ഓഫീസുണ്ട്. കോർപ്പറേഷൻ്റെ ഓണാഘോഷം വരുന്നുണ്ടായിരുന്നു. ഞാനത് കൗൺസിലിൻ്റെ നിങ്ങളെല്ലാവരും ഔദ്യോഗികമായിട്ട് വന്ദേമാതരം ഇവിടെ നന്നായിട്ട് ചൊല്ലി. ഞങ്ങളുടെ കോർപ്പറേഷൻ ഓഫീസിലും മുഴുവൻ ചൊല്ലി. കോർപ്പറേഷൻ്റെ എല്ലാ പതാക ഉയർത്തിയ എല്ലാ സോണൽ ഓഫീസുകളിലും പൂർണ്ണമായിട്ട് ചൊല്ലി. ഞാൻ അതിനു മുമ്പ് തന്നെ പോകുന്നു. കാരണം മുഖ്യമന്ത്രി പതാക ഉയർത്തി പരേഡ് സ്വീകരിച്ചു കൊണ്ടിരുന്നപ്പോൾ തന്നെ ഈ കോർപ്പറേഷനിൽ പതാക ഉയർത്തേണ്ടതായിട്ടുള്ളതായിട്ട് ഞാൻ ഈ പോകുന്നു. ഓണാഘോഷത്തിൻ്റെ മീറ്റിങ്ങുകളുണ്ടായിരുന്നു എനിക്ക്. ഇനിയുണ്ട്. ഇപ്പം നിങ്ങളുടെ ഇത് കഴിഞ്ഞാലുടൻ തന്നെ ജനങ്ങൾ കാണാനായിട്ട് ജനസമ്പർക്കം ആൾക്കാർ വന്നിട്ടുണ്ട്. അതിന് ശേഷം മീറ്റിങ്ങുകളുണ്ട്. നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു കാര്യം കൂടി അതും കൂടെ പറയാനാണ് മീറ്റിംഗ് വിളിച്ചത്. നിങ്ങളപ്പോൾ ഡൈവേർട്ട് ചെയ്ത് വിട്ടതുകൊണ്ടാണ് മാറിപ്പോയത്. അതായത് ഈ വില ഈടാക്കുന്നത് വളരെ ശക്തമായിട്ടുണ്ട്. കോർപ്പറേഷൻ അല്ല വില നിശ്ചയിക്കുന്നത് എന്നുള്ളത് ശരിയാണ്. പക്ഷേ ഞങ്ങളൊക്കെ തന്നെ സമൂഹത്തിൻ്റെ ഭാഗമാണ്. ജനങ്ങൾ കൃത്യമായിട്ട് കോർപ്പറേഷൻ കൗൺസിലർമാരെ മേയറെയൊക്കെ വിളിച്ചിട്ടാണ് അവരുടെ ദൈനംദിന കാര്യങ്ങൾ പറയുന്നത്. അതുകൊണ്ട് പ്രത്യേകിച്ച് ആ സെക്രട്ടേറിയറ്റിൻ്റെ ഭാഗത്തുള്ള ഒരു വെജിറ്റേറിയൻ ഹോട്ടൽ ഓരോ ദിവസവും അവർ തോന്നും പോലെയാണ് വില കൂട്ടുന്നത്. ഞാൻ പേരൊന്നും പറയുന്നില്ല, നിങ്ങൾക്ക് അറിയായിരിക്കും. അത് ഇടപെടേണ്ട ഘടകങ്ങൾ ബോധ്യപ്പെടുത്തും. പിന്നെ ഹോട്ടലുകളൊക്കെ തന്നെ ഈ കഴിക്കാൻ വന്നവരെ ബില്ല് കാണുമ്പോൾ എല്ലാം ദഹിക്കുന്ന അവസ്ഥയിലേക്ക് വില കൂട്ടി കഴിഞ്ഞാൽ അത് ശക്തമായ പ്രതിഷേധം
ജനങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാകും. ജനങ്ങൾക്ക് സഹിക്കാൻ പറ്റാത്ത തരത്തിൽ ഇപ്പോൾ തട്ടുകടയൊക്കെ മികച്ച ഭക്ഷണം കുറച്ചുകൂടി കുറഞ്ഞ വിലയ്ക്ക് കിട്ടുമെന്നുള്ളത് കൊണ്ടായിരുന്നു തട്ടുകട അട്രാക്ട് ചെയ്യുന്നത്. ഞങ്ങളൊക്കെ പണ്ട് വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തനം നടത്തുമ്പോൾ തട്ടുകടയിൽ നിന്ന് കഴിച്ച് ജീവിച്ചവരാണ്. പക്ഷേ ഇപ്പോൾ സ്റ്റാർ ഹോട്ടലിൻ്റെ അതേ വില തന്നെയാണ് തട്ടുകടയിൽ നിന്ന് വാങ്ങിക്കുന്നത് ഏറെ ചില സ്ഥലങ്ങളിലൊക്കെ. അതുകൊണ്ട് തിരുവനന്തപുരം പട്ടണത്തിലെ ഹോട്ടൽ ഭക്ഷണങ്ങളുടെ വില നിയന്ത്രിക്കുവാൻ വേണ്ടി ഉത്തരവാദിത്തപ്പെട്ട കേന്ദ്രങ്ങൾ ഇടപെടണം എന്ന് മേയർ എന്നുള്ള നിലയ്ക്ക് ആവശ്യപ്പെടും. ഓണവുമായിട്ട് ബന്ധപ്പെട്ട് അവർക്ക് കച്ചവടം ചെയ്യാനുള്ള സൗകര്യം, ജനങ്ങൾക്ക് ബുദ്ധിമുട്ടില്ലാത്ത തരത്തിൽ ഓണക്കച്ചവടം നടത്തുവാനുള്ള സൗകര്യം ഉണ്ടാക്കി കൊടുക്കണമെന്നാണ് പോലീസും ഞങ്ങളൊക്കെ തമ്മിൽ സംസാരിച്ചിരിക്കുന്നത്. ഒരു മിതമായ നിയന്ത്രണമേ ആവുള്ളൂ. കാരണം ഓണത്തിനാണല്ലോ കുറച്ച് ബിസിനസ് ലഭിക്കുന്നത്, ജനങ്ങൾക്ക് തന്നെ ഒരു ആഘോഷത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഉൽപ്പന്നങ്ങൾ വാങ്ങാൻ സാങ്ങുന്നത്, അതിനൊക്കെയുള്ള സാഹചര്യം ഉണ്ടാവണം. പക്ഷേ അത് അമിതമാവരുത്, യാത്രക്കാർക്ക് ഒന്നും ബുദ്ധിമുട്ടുണ്ടാകരുത്, വാഹന ഗതാഗതം തടസ്സപ്പെടരുത്. പക്ഷേ അവർക്ക് പരമാവധി കച്ചവടം നടത്തുന്നവർക്ക് അവർക്ക് ജീവിക്കണമല്ലോ. ജനങ്ങൾക്ക് അങ്ങനെയുള്ള ഉൽപ്പന്നങ്ങൾ വാങ്ങാനുള്ള കുറച്ച് വില കുറച്ച് കിട്ടുന്ന ഓണത്തിനാണല്ലോ. അതൊക്കെ ഒരു ആഘോഷത്തിൻ്റെ മൂഡ് അതിന് പരമാവധി സഹായിക്കുന്നുണ്ട്. അത് സർക്കസിൻ്റെ നടത്തുന്നവർ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ ഭരണസമിതി അനുവദിച്ച് തന്നതുകൊണ്ട് അതുകൊണ്ട് ഞങ്ങൾ അതിൻ്റെ ലീഗൽ കോംപ്ലിക്കേഷനിലോട്ട് പോകുന്നില്ല. മാത്രമല്ല അവരും ഒരു വിഭാഗം ജനങ്ങൾ ജീവിക്കുന്നവരാണ്. അപ്പോൾ നമ്മൾ വളരെ പെട്ടെന്ന് ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് ചിലപ്പോൾ ഈ ഷോർട്ട് പീരീഡിൽ വേറെ സ്ഥലത്ത് കിട്ടില്ല. പക്ഷേ അടുത്ത സമയത്ത് അങ്ങനെ പറഞ്ഞിട്ടില്ല, നേരത്തെ ഇത് ബുക്ക് ചെയ്ത് കാരണം ഈ സമയത്ത് ഒരുപാട് ആക്ടിവിറ്റികൾ ചോദിക്കുന്നു. മാത്രമല്ല കോർപ്പറേഷന് കൂടുതൽ റെൻറ്റ് കിട്ടാനും. അപ്പം വേറൊരു സമയത്തുണ്ടെങ്കിൽ സർക്കസ് നിലനിൽക്കണമെന്നുള്ള അർത്ഥത്തിൽ നമുക്ക് കൊടുക്കാം, കുറച്ചുകൂടെ റേറ്റ് കുറച്ചോ കൊടുക്കാം. പക്ഷേ ഓണ സമയത്ത് പുത്തരിക്കണ്ടം മൈതാനം തിരുവനന്തപുരത്ത് ആകെ ഒരു ഗ്രൗണ്ടാണുള്ളത്. അപ്പോൾ അത് ഒന്ന് ചർച്ച ചെയ്യണമെന്ന് അവരോട് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ.